എവർക്കും കേരള ക്ലിക്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വേറെ എവിടെയല്ല, നമ്മുടെ വീട്ടിലെ പൂജാമുറിയാണ്. അപ്പോ നിങ്ങൾ അധികം കാണാത്ത ഒരാളെ കാണിച്ചു തരാം. ഒരു ഹലോ കൊടുക്കുക. ഹലോ. അമ്മൂമ്മ. അപ്പൊ അമ്മൂമ്മ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞുതരും. അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലാണ്. അപ്പൊ അമ്മൂമ്മയാണ് ഇവിടെ സ്ഥിരം വിളക്ക് വെക്കുന്ന സന്ധ്യക്ക് മുമ്പായിട്ട് അസ്തമിക്കുന്നതിന് മുമ്പ് വിളക്ക് വെക്കണം. നമ്മളൊക്കെ സാധാരണ 5 തിരിയിട്ട് വിളക്ക് വെക്കുക, വിളക്ക് കത്തിക്കണം. ഗണപതിക്ക്, അയ്യപ്പന് നെയ്വിളക്ക് കത്തിക്കും. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്ല ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്തോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മൂമ്മ എല്ലാ ദിവസവും വിളക്ക് വെക്കുന്ന ആളല്ലേ? അപ്പോ ഈ വിളക്കുകൾ ഇപ്പൊ ഇവിടെ 3 തരം ഉണ്ട്. അപ്പൊ അത് ആദ്യം ഇവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളൊന്ന് പറഞ്ഞു. വിഗ്രഹങ്ങൾ അയ്യപ്പൻ, അയ്യപ്പന്റെ ഫോട്ടോ അല്ലേ? അല്ല, ഇവിടെ അയ്യപ്പൻ ഉണ്ട് അല്ലേ? അയ്യപ്പൻ. ഇത് നമ്മള് തൃശ്ശൂരിന്ന് വാങ്ങിയല്ലേ? മധുര മീനാക്ഷി. ഈ കാണുന്ന മധുര മീനാക്ഷി. ഇതാ ഇത്. ഓക്കെ. ഞാൻ ദേവതയാണ്. അപ്പോഴ് നമ്മൾ അവിടുന്ന് വന്നതാണ്. പാണ്ഡ്യവംശമാണ് നമ്മുടെ വംശം. പന്തളത്ത് വന്ന് താമസിച്ച അവിടെ അയ്യപ്പൻ. പിന്നെ അയ്യപ്പന്റെ കഥയൊക്കെ എല്ലാം വ്യത്യസ്തം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയ്യപ്പന്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാൻ കഥ. പിന്നെ അയ്യപ്പനാണ് നമ്മുടെ ധർമ്മദൈവം. നമ്മുടെ കാർന്നവരാണ് അയ്യപ്പൻ എന്നാണ് വെയ്പ്പ്. അപ്പൊ ഇതിപ്പോ നമ്മള് ഡയറക്റ്റ് പഞ്ഞിന്ന് തന്നെ ഇത് വെക്കണല്ലേ? അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന എന്തിനറിയോ? ഇപ്പോഴുള്ള പല ആൾക്കാർക്കും വിളക്ക് എത്തിക്കാൻ പോലും അറിയില്ല. വിളക്ക് എത്തിക്കണം, സന്ധ്യക്ക് വിളക്ക് എത്തിക്കണം, വെളുപ്പാങ്കാലത്ത് വിളക്ക് എത്തിക്കണം. ഞാൻ പോലും കത്തിക്കല്ലേ കേട്ടോ. കത്തിക്കണ്ട. 5 മണിക്ക് വിളക്ക് എത്തിക്കാൻ ഞാൻ വിളക്ക് എത്തിക്കും. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പല്ല് തേച്ച് കാലുമുഖവും കഴുകി 5 മണിക്ക് വിളക്ക് കത്തിക്കും. അപ്പൊ രാവിലെ ഒരു 7 മണി 8 മണി വരെ വിളക്ക് ഇങ്ങനെ കത്തും. 5 തിരി ഇട്ട് കത്തിക്കുന്ന ഈ വിളക്കും കത്തിക്കും ദിവസവും. അതിന്റെ ഒരു ശീലമാണ്. ഇത് ഓരോ വീടുകളിൽ വ്യത്യസ്തമാവോ ഈ വിളക്ക് കത്തിക്കുന്ന രീതി? അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാൻ എന്റെ രീതിയാണ് പറയുന്നത്. സാധാരണ പണ്ടൊക്കെ ഹിന്ദു കുടുംബങ്ങളിൽ സന്ധ്യക്ക് ഒരു കിണ്ടി വെള്ളം പുറത്ത് വെക്കും. പിന്നെ അത് ഒരു ചിട്ടയായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ വിളക്ക് വെക്കണം, സന്ധ്യക്ക് പുറത്ത് വിളക്ക് കാണിക്കണം. പിന്നെ അല്ലെങ്കിൽ അവിടെ തുളസിത്തറയ്ക്ക് വിളക്ക് വെക്കുക. അതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇവിടെ നമ്മളിപ്പോ മുരുകന്റെ വേല് കണ്ടു. പിന്നുള്ള വിഗ്രഹങ്ങൾ പറയൂ. ഇത് നമ്മളെ മധുര മീനാക്ഷിന്റെ വിഗ്രഹമാണ്. ഇത് നമ്മുടെ പഴയ ഇഗ്നിസ് മീനാക്ഷി. ധന്വന്തര മൂർത്തിയാണ്. രോഗങ്ങളൊക്കെ മാറ്റുന്ന ആളാണ് ധന്വന്തരമൂർത്തി. ഈ വിഗ്രഹം ധന്വന്തരമൂർത്തിയാണ്. ധന്വന്തരമൂർത്തിക്കും ഞാൻ വിളക്ക് വെക്കുന്നുണ്ട്. നമ്മുടെ പൂജാമുറിയില് ഇഷ്ടംപോലെ വിഗ്രഹം ഉണ്ട്. പിന്നെ മുകളിൽ നമ്മളെ നെറ്റിപ്പട്ട ഉണ്ട്. ഇതൊക്കെ മുത്തശ്ശന്റെ പരിപാടിയാണല്ലേ? ഓക്കെ. ഈ ഇരിക്കുന്ന 2 ഭസ്മാണ്. ഭസ്മം കൊണ്ടുവന്നതാണ്. ചാണകം ചുട്ട് എടുക്കുന്ന ഭസ്മമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ചാണകത്തിന്റെ പരിശുദ്ധി കൂടെ അതിലുണ്ടാവും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പശുവിന്റെ ചാണകം, മൂത്രം, പാല്, തൈര്, ഇതൊക്കെ വളരെ 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 പിന്നെ ഗുണകരമായ സാധനം തന്നെയല്ല, പരിശുദ്ധമായ സാധനങ്ങളാണ്. ഇതൊക്കെ പൂജാദ്രവ്യങ്ങളുമാണ്. വന്നിട്ടോ വെച്ചാൽ ഇതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടിയിരുന്ന് നാമം ജപിക്കും. ആൾക്കാർക്ക് സമയമില്ല. ഫോൺ നോക്കാനേ സമയമുള്ളൂ. ഉള്ളവര് ഫോണും നോക്കിക്കൊണ്ടിരിക്കും. ആർക്കും നാമം ജപിക്കണമെന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഞാനിപ്പോഴും നാമം ജപിക്കും. എനിക്ക് നിർബന്ധമാണ് നാമം കിട്ടുമല്ലോ. അതുകൊണ്ടാണല്ലോ കീർത്തനങ്ങളെല്ലാം എല്ലാവരുടെയും എനിക്കറിയാം. ഞാനത് മുഴുവനും ചൊല്ലും. അപ്പോഴത്തേക്ക് ഏതാണ്ട് എന്റെ പണിയൊക്കെ തീരും. നാമം ജപിച്ചോണ്ട് രാവിലെ വിളക്ക് കത്തിച്ചു അവിടെ ഇരുന്ന് ഭസ്മം തൊട്ട് നാമം ജപിച്ചു. കുറച്ച് നാമം ജപിക്കും. നാമം ജപിക്കുന്നതിന് പോസിറ്റീവ് എനർജി നമ്മുടെ ഭക്ഷണ സാധനത്തിനും ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ വിഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. ഇത് പലവരും വരച്ചതാണ്. ഇപ്പൊ ആ കാണുന്നതൊക്കെ നമ്മൾ സ്പെഷ്യലി വരപ്പിച്ച ഫോട്ടോസ് ഉണ്ട് അല്ലേ? തിരുമാന്താംകുന്ന് ദേവിയുടെ ഫോട്ടോ കൂടിയാണ്. കുമാരനെല്ലൂർ അല്ലേ? കുമാരനെല്ലൂർ അമ്മയുടെയാണ്. പിന്നെ അച്ഛന് ചേച്ചി വരച്ച അയ്യപ്പന്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇവിടെ പഴയ മുരുകന്റെ ഫോട്ടോസ് ഉണ്ട്. കുറെ പേരുണ്ട്. കുറെ പേര് പെട്ടില്ല.
വിളക്ക് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യക്ക് ഭസ്മം തൊടണം. ആദ്യം നെറുവിൽ തൊടുക, പിന്നെ നെറ്റിയിൽ തൊടുക, പിന്നെ കഴുത്തിന്റെ മനസ്സിലായ ഇത്തിരി നാവിന്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അമ്മൂമ്മ ഇപ്പം നമ്മളോട് എല്ലാവരോടും പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെയധികം നന്ദി. ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ? ചാനൽ എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ. ഒരു ബൈ കൊടുത്തോളൂ. ബൈ.